ഇവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാം ലാസ്റ്റ് വരെ ഒന്ന് കാണണേ. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് മിക്കുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞില്ല. ഈ വീഡിയോ മിക്കു എങ്ങാനും കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കഥ അന്ന് കഴിഞ്ഞതാണ് കേട്ടോ. മിക്കുവിനെ നമ്മുടെ അംഗൻവാടിയിലാണ് ആക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്നിടത്ത് മിക്കുവിനെ രണ്ടുപേരെയും കൂടെ അമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അച്ഛനില്ല, അച്ഛൻ നമ്മളെ കൊണ്ടാക്കിയിട്ട് ഇങ്ങ് വരും കേട്ടോ. കാരണം ജോലി ആയതുകൊണ്ട് അച്ഛൻ ഇങ്ങ് വരും. അതുകൊണ്ട് തന്നെ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ അമ്മ മിക്കുവിനെ അംഗൻവാടി കൊണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഒരു സ്റ്റേഡിയമാണ്. ഇതിനപ്പുറത്താണ് കേട്ടോ നമ്മുടെ മിക്കുവിൻ്റെ അംഗൻവാടി. നമ്മൾ മിക്കുവിനെ കൊണ്ടാക്കിയിട്ട് മിക്കു ഭയങ്കര ഹാപ്പിയിലാണ്. മിക്കുവിനെ കൊണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് മിക്കു ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും കൊണ്ടാക്കുന്നതിനെക്കാട്ടി അവർക്ക് ഇഷ്ടം ഞാൻ കൊണ്ടാക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ വാ ചേച്ചി എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. മിക്കുവിനെ തുറക്കണമെന്ന് പറഞ്ഞ് മിക്കു അവിടെ നിൽക്കുകയാണ് കേട്ടോ. മിക്കുവിനെ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. ഞാനും തുറക്കാൻ നോക്കി, എനിക്കും പറ്റുന്നില്ല. അവസാനം എൻ്റെ അമ്മയാണ് വന്ന് തുറന്നത്. അപ്പോൾ അങ്ങനെ മിക്കു ചെരുപ്പൊക്കെ ഈ സ്റ്റാൻഡിലാണ് ഊരി വയ്ക്കുന്നത് കേട്ടോ. മിക്കു കണ്ടോ, ആ സ്റ്റാൻഡിൽ തന്നെ കറക്റ്റ് ചെരുപ്പൊക്കെ ഊരി വയ്ക്കുന്നത്? അത് ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അടുക്കവും ചിട്ടയാണ് കേട്ടോ. അത് മിക്കൂസ് അങ്ങനെ ചെരുപ്പൊക്കെ ഊരി വെച്ചു. പണ്ട് മുതലേ ഞാനും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. എൻ്റെ അനിയത്തി ഇപ്പോൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ പരിസരത്ത് 2 അംഗൻവാടിയുണ്ട്. 2 അടിപൊളി അംഗൻവാടികളാണ്. ഇവിടെയാണ് ഞാൻ പഠിച്ചതെന്നേ ഉള്ളൂ. ഇവിടെ പഠിച്ച എല്ലാ ടീച്ചേഴ്സിനും 2 ആൻറ്റിമാർക്കും ടീച്ചേഴ്സിനും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി. ഇതത്ര സന്തോഷം തരുന്ന സ്ഥലമൊന്നും അല്ല, ഇതൊരു ആശുപത്രിയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പട്ടത്തുള്ളൊരു ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഞങ്ങൾ ഇത്തിരി നേരത്തെ ആയിപ്പോയി വന്നത്. അപ്പോൾ ഇന്നമ്മ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ, ഞങ്ങൾ ദാ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വന്നു കേട്ടോ അവർ. ഇന്നമ്മയും വല്യച്ഛനുമാണ് കേട്ടോ നമ്മുടെ അമ്മാമ്മയെ കൊണ്ടുവന്നത്. രാമൻ കാർ തുറന്നപ്പോൾ തന്നെ എന്നെ കണ്ടെന്ന് ചാടി ഇറങ്ങി കേട്ടോ. അങ്ങനെ എൻ്റെ കൂടെയൊക്കെ കളിച്ച് നടക്കുകയാണ്. രാമൻ ഇന്ന് സ്കൂളിൽ വിട്ടില്ലായിരുന്നു ഇന്നമ്മ. അവനെ വിളിക്കാൻ താമസിച്ചാലോ എന്ന് വെച്ചിട്ട് അവനെയും സ്കൂളിൽ വിട്ടില്ല, നമ്മളോട് തന്നെ കൊണ്ടുവന്നു കേട്ടോ. ഇന്നമ്മ 2 മിഠായി കൊണ്ടുവന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ നിന്നപ്പോഴാണ് വല്യച്ഛൻ പറഞ്ഞത് നമുക്ക് മുകളിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചാടി ഓടി ആ ലിഫ്റ്റിൻ്റെ മണ്ടയിൽ കയറി കേട്ടോ. വല്യച്ഛനാണത് ഓട്ടിക്കുന്നത്. ഞങ്ങൾക്ക് അതൊന്നും അറിയത്തില്ലേ. ഞമ്മയ്ക്കാണെങ്കിൽ ക്യാമറ ഓണാക്കിയപ്പോഴേ ഒരു ടെൻഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ ഓടണമെന്ന് പറഞ്ഞാണ് കേട്ടോ ഇന്നമ്മ നിൽക്കുന്നത്. എനിക്കാണെങ്കിലോ അമ്മാമ്മയുടെ അസുഖത്തിനെ കാട്ടി എൻജോയ്മെൻ്റ് ആണ് കേട്ടോ ഇവിടെ വന്നാൽ. അങ്ങനെ അമ്മേൻ്റെ നിന്ന് എനിക്ക് വഴക്കും കിട്ടി. മിണ്ടായി, ആശുപത്രി വന്നിട്ടാണ് ഇങ്ങനെ ഇടന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ അമ്മ ഇത്തിരി നേരം മിണ്ടായിരുന്നത്. ഈ കാണുന്നത് ഞങ്ങളുടെ ഡോക്ടറിനെ കണ്ടിറങ്ങുന്ന ഒരു വീഡിയോയാണ് കേട്ടോ. ഞങ്ങൾ യഥാർത്ഥത്തിൽ പെട്ടെന്നെല്ലാം കഴിഞ്ഞു. കാരണം ഞങ്ങൾ ടോക്കൺ നമ്പർ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ മുകളിലോട്ട് പോയത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ 5 ടോക്കൺ നമ്പർ കഴിഞ്ഞായിരുന്നു. അമ്മാമ്മയുടെ 6ാമത്തെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ മെഡിസിൻ വാങ്ങിക്കാൻ പോകാറങ്ങുകയാണ്. അവർ മെഡിസിൻ വാങ്ങിക്കാൻ പോയ സമയം കൊണ്ട് ഞാനും രാമനും കൂടെ ഒരു 3-6 പോയി റെഫറ്റി കളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകണമെന്നേ ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല. ഇനി എൻ്റെ അനിയത്തി കാണുമ്പോഴുള്ള അവസ്ഥയാണ് എൻ്റെ ഒരു വിഷമം. എന്നെ കണ്ടു കഴിഞ്ഞാൽ അത് കഥ കഴിക്കും. ഞങ്ങൾ 2 പേരും കൂടെ ടൂർ വന്നേണെന്ന് അറിഞ്ഞാൽ കേട്ടോ. ഞങ്ങൾ ഈ ഹോസ്പിറ്റലൊന്നും എടുത്തില്ല കേട്ടോ. അവിടുത്തെ ഡോക്ടേഴ്സിന് വല്ല ബുദ്ധിമുട്ടും ആവുമോ എന്ന് വെച്ച് ഞങ്ങൾ അതൊന്നും എടുത്തില്ല. ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഞാനും രാമനും കൂടി സെൻസ് വെച്ച് ഓപ്പൺ ആവുന്ന ഒരു ഡോറായിരുന്നു അവിടെ ചെന്ന് നിൽക്കും, വീണ്ടും ഓപ്പൺ ആവും. ഞങ്ങൾ മാറും, വീണ്ടും അടയും. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വല്യച്ഛൻ പറഞ്ഞു നമുക്ക് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ നമ്മുടെ അമ്മാമ്മയുടെ വീടും എത്തി. ഞാൻ വന്നത് തന്നെ ഒരു തളർച്ചയിലാണ് കേട്ടോ. ഇനി വീട് വരെ പോകുന്ന കാര്യം ഓർത്തപ്പോഴാണ് എനിക്കൊരു വിഷമം കേട്ടോ.
അങ്ങനെ അമ്മാമ്മയുടെ റോഡിൻ്റെ ഡോറിൻ്റെ താക്കോലൊക്കെ എടുത്തു തുറന്നപ്പോൾ തന്നെ ചെന്നപ്പോൾ തന്നെ എൻ്റെ അമ്മാമ്മ അവിടെ നാടൻ പേരയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് പറിച്ച് വച്ചിരുന്നു, കുറേ പറിച്ച് വച്ചിരുന്നു. അതിൽ നിന്ന് ഒന്ന് ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചുമപ്പ് കളറാണ് കേട്ടോ അകത്ത്. ഇതിനിടയ്ക്ക് ഇതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് എൻ്റെ അമ്മ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഞങ്ങളിതേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ രാവിലെ വന്ന വഴി. അങ്ങനെ നമ്മുടെ കല്ലമ്പള്ളി റോഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തോന്നക്കിലുള്ള വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ പള്ളിയുടെ അവിടെയൊക്കെ എത്തി കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരാളെ കൊണ്ടാക്കിയായിരുന്നു, അവളെ വിളിക്കണ്ടേ, അതിനാണ് ഞങ്ങൾ ഇവിടെ വന്നത് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊണ്ടായിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും ഓ കൊണ്ടായിക്കോ എന്ന് പറയും. അങ്ങനെ ഞാൻ വിളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളവിടെ ചെന്നെങ്കിലും മിക്കുവിന് വരാൻ ഒരു താല്പര്യമില്ല കേട്ടോ. മിക്കു അവിടെ കുട്ടികളുമായി കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ടീച്ചർ നമ്മളെ അകത്തോട്ട് വിളിച്ചു. അകത്തോട്ട് ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിശയപ്പെട്ടു പോയി. ദേ ആമ, മീൻ, അങ്ങനെ കുറേ ഐറ്റംസ് ടീച്ചർ അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ടീച്ചേഴ്സ് എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ് കേട്ടോ. എനിക്കിതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇനിയും ഇവിടെ ഇരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനിപ്പോൾ പറ്റുമോ, ഞാനൊക്കെ വലുതായില്ലേ. അങ്ങനെ ഞങ്ങൾ മിക്കുവിനെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മിക്കുവിന് എന്നെ പോലെ ആൻറ്റിയെയും അമ്മയെ ടീച്ചറിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനും മിക്കുവൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ മിക്കുതേ പുറകിൽ നിന്ന് ചാടി ഓടി വരുന്നുണ്ട്. മിക്കു ഭയങ്കര ആക്റ്റീവാണ് അവിടെ നിന്ന് വന്നെങ്കിലും. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. സത്യം പറയും ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് ചെറിയൊരു സൂചന അവൾക്ക് കൊടുത്തിരുന്നു. അവൾക്കൊന്നും ഒരു മൈൻഡേ ഇല്ല. ഞങ്ങൾ എന്ത് കൊണ്ടുവന്നു എന്നാണ് അവൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മിക്കുതേ ഫ്ലാറ്റ്. ഞാൻ പക്ഷേ ഇപ്പോഴും ടയേർഡ് തന്നെയാണ്. രാവിലെ പോയൊരു എനർജിയൊന്നും എനിക്കിപ്പോൾ ഇല്ല. പക്ഷേ ഐസ്ക്രീം കുടിക്കുമ്പോൾ എനിക്ക് ഒരു എനർജിയൊക്കെ വരും. അങ്ങനെ ഞങ്ങൾ രാവിലെ പോയ ഫിനിഷിംഗ് പോയിന്റിൽ അച്ഛൻ വീണ്ടും കൊണ്ടെത്തിച്ചിരിക്കുന്നു. താങ്ക് യു അച്ഛാ, നന്ദി. ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഞാൻ തിരിച്ച് വന്നു. രാവിലെ പോയതാണ്. അപ്പോൾ അത് ഇപ്പോൾ 3:30 ഇപ്പോഴാണ് ഞാൻ എൻ്റെ അനിയത്തിയെ വിളിച്ച് വന്ന് കയറിയത് കേട്ടോ. നല്ല ക്ഷീണമുണ്ട് എനിക്ക്. ഞാൻ കുളിക്കും കേട്ടോ. കുളിച്ചെങ്കിൽ എനിക്കൊരു സന്തോഷമുണ്ട്. ഐസ്ക്രീം തിന്നണം. ആദ്യം കുടിച്ചിട്ട് ഐസ്ക്രീം തിന്നണം. പിന്നെ അത്രയ്ക്കുള്ള സന്തോഷം. അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഐ ലവ് യു.